ബഹുമാനം നീ കുറച്ച് കാണല്ലേ. നിനക്കെവിടെ മോനെ ഖുർആൻ ഓതാൻ നേരമില്ല, ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ സമയമില്ല, ഒരു 10 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നേരമില്ല. സോഷ്യൽ നെറ്റ്വർക്കിൽ എത്ര മണിക്കൂറാ കൊന്നുകളയുന്നത്? എവിടെയാ നിനക്ക് സമയമുള്ളത്? ജല്ല ജലാലായ റബ്ബ് തന്ന സമയം നിനക്ക് തോന്നിവാസം കാണാനും കേൾക്കാനുമാണോ? നല്ല നിലക്കൊന്ന് ജീവിക്കടേ. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. ഒരു പക്ഷേ ഞാൻ ഇവിടെ തന്നെ മുമ്പ് വഅദിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ എല്ലാ വേദിയും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെക്കാനുള്ളതല്ലേ. ഒരു പ്രതീക്ഷ ഹബീബല്ലാതെ വേറെ എന്താണ്? മദീനയല്ലാതെ വേറെ ഏത് നാടാണ്? ചെന്നു ചേരാൻ ഒരു തലസ്ഥാനം മദീനയല്ലാതെ വേറെ എവിടെയാണ്? ആലോചിച്ചു നോക്കി. എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലൊന്ന് എത്താൻ കഴിയോ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ എങ്ങനെ ഹബീബിന്റെ അടുക്കൽ ചെല്ലാനാണ്? കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ മുഹിബ്ബീങ്ങൾ ഉണ്ടാകും, ആയിരക്കണക്കിന് കിതാബ് എഴുതിയ ഇമാമിങ്ങൾ ഉണ്ടാകും, രാപ്പകലില്ലാതെ അധ്വാനിച്ച് ദീനിന് സേവനം ചെയ്തവരുണ്ടാകും, അതാ പള്ളികൾ മദ്രസകൾ പണിതവരുണ്ടാകും, വലിയ ദർസ് നടത്തിയവരുണ്ടാകും. അങ്ങനെല്ലാം ഉള്ളപ്പോ എനിക്കെന്താണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലാനുള്ളത്? അവിടെ ചെന്നാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുമല്ലോ. ദുനിയാവിൽ കൂടെ ഇരുന്ന് കൂടെ നടന്ന് ഖബറിലും ചാരത്ത് പോയി കിടന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പരലോകത്ത് അടുത്തുനിന്ന് മാറിത്തരുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ മാറിത്തരുമോ? റസൂലുള്ളാഹി തങ്ങളുടെ വെള്ളം ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലഫി തങ്ങൾ മാറിത്തരുമോ? ചെരുപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരുമോ? അല്ലാ, മിസ്വാക്ക് ഞാനൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ, അബൂ ഹുറൈറ തങ്ങൾ മാറിത്തരുമോ? ഇനിയോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നവരുടെ പേര് ഞാനൊന്ന് വിളിച്ചോട്ടെ, ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മാറിത്തരുമോ? ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ സഹാബത്തും അടുത്തുണ്ട്, എല്ലാ അയിമ്മത്തും കൂടെയുണ്ട്. നമ്മളെവിടെ നിൽക്കാനാണ്? റസൂലുള്ളാഹിനെ കാണാൻ അവിടുന്ന് ജീവിതകാലത്ത് കഴിഞ്ഞില്ല. ഒന്ന് ചെരുപ്പെടുത്ത് തലയിൽ വെക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഞാനെവിടെ നിൽക്കാനാണ്? ഒരിടവും കാണുന്നില്ല. അവസാനമൊരാശയുള്ളത് അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ഒന്ന് കിടത്തി തരണേ അല്ലാഹ്. ഹബീബ് നമ്മളെ കണ്ടാൽ അവിടുന്ന് തട്ടി പിന്നോട്ട് കളയൂല. കാരണം ഉമ്മത്തിനോട് അത്ര വലിയ സ്നേഹമാണ് തങ്ങൾക്ക്. തങ്ങള് തട്ടിയിട്ട് മുന്നോട്ട് തട്ടിയിട്ട് പോയൊരു സാധനം സിദ്ദീഖുൽ അക്ബർ തങ്ങള് പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാ സഹാബത്തും പോയി, എല്ലാ ഇമാമിങ്ങളും പോയി. ഞങ്ങളുടെ നേതാക്കളായ ഉസ്താദുമാര് സയ്യിദന്മാര് പോകുമ്പോഴെങ്കിലും അവരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തൊന്ന് ചേർത്തു തരണേ അല്ലാഹ്. അതിനും ഞങ്ങൾ അർഹരല്ലെങ്കിൽ, അതിനും ഞങ്ങൾ പറ്റാത്തവരായി പോയാൽ വല്ലാത്ത നഷ്ടമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ ഒന്ന് നിറയ്ക്കണേ അല്ലാഹ്. ഹബീബിനെ ഒരുപാട് തവണ മനാമിൽ കണ്ട് പരിചയം വെച്ച് നാളെ പരലോകത്ത് അനസ് ബിൻ മാലിക് തങ്ങൾ ഹുവൈദിമുക ഉനൈസ്, ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കൊച്ചനസാണ് നബിയേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നതിന്റെ പിന്നിൽ തങ്ങളെ പറയാൻ ഇഷ്ടം വെച്ച ഒരു സാധുവാണ്. ഹബീബിനെ കേൾക്കാൻ ഇഷ്ടം വെച്ച സാധുക്കളാണ് എന്ന നിലക്കെങ്കിലും ഞങ്ങളെ ഒന്ന് ഹബീബിന്റെ അടുത്ത് എത്തിച്ചു തരണേ അല്ലാഹ്, എത്തിച്ചു തരണേ അല്ലാഹ്.